ആക്സിയം 4 ദൗത്യം പുറപ്പെട്ടത് മുതൽ ഒരു ചരിത്ര നിമിഷത്തിന്റെ ഭാഗം തന്നെയാണ് ഇന്ത്യയും. അതുപോലെ തന്നെ 18 ദിവസം ബഹിരാകാശ നിലയത്തിൽ ദൗത്യം പൂർത്തിയാക്കി ഇപ്പോൾ ഭൂമിയിലേക്ക് അവർ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഒരു ഈ ഭൗമാന്തരീക്ഷവുമായി ഇണങ്ങിച്ചേർന്നതിന് ശേഷം ഇവർ ഇനി പുറത്തിറങ്ങുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കാത്തിരിക്കുന്നത്. ആ കാഴ്ചയ്ക്ക് ഇനി എത്ര കാലതാമസം എന്തെങ്കിലും ഉണ്ടാകുമോ? അവർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാളിദാസ്, വിവരങ്ങൾ. അതെ അതെ അതെ, ഓരോരുത്തരായി പുറത്തേക്ക് വരികയാണ്. ആദ്യം ഇറങ്ങിയത് പെഗി വിറ്റ്സൺ തന്നെയാണ്. പെഗി വിറ്റ്സൺ എല്ലാവരെയും കണ്ട് അവരുടെ പുഞ്ചിരി തന്നെ നോക്കുക, അത്ര മനോഹരമാണ്. കാരണം അവർക്കിതൊന്നും ഒരു പുതുമയല്ല, അല്ലെങ്കിൽ അവരൊരു സ്വാഭാവികമായി നമ്മളൊക്കെ ഒരു തോണിയിൽ കയറി, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി ഒരു റൈഡിൽ പോയി വരുന്ന ഒരു ഫീലിലാണ് അവർ തിരിച്ചു വരുന്നത്. ഇതൊക്കെ എനിക്ക് എന്തെന്നുള്ളൊരു ആ ഒരു രീതിയാണ്, ആ ഒരു ഫീലാണ് ആ ഒരു പുഞ്ചിരിയിലുള്ളത്. ആ ഒരു പുഞ്ചിരിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത് അതാണ്. എന്റെ പിള്ളേരെ നോക്കിക്കോ, എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയിലാണ് അവരുടെ ആ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. തന്നെ ഓരോരുത്തരായി തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ആരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഉറ്റുനോക്കേണ്ടത്. പോളണ്ടിന്റെ സ്ലാവോ ഉസ്നാൻസ്കി ഉണ്ട്, അതോടൊപ്പം തന്നെ ഹംഗറിയുടെ ഇഗോർ കാപ്പു ഉണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുണ്ട്. ഇവരിൽ ആരായിരിക്കും നീ അടുത്തത് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതും കൂടിയുണ്ട്. ശുഭാംശുവിനെ കാണാനാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പ്രോട്ടോകോൾ പ്രകാരം അവരെ പുറത്തേക്ക് എത്തിക്കുന്ന ആ ഒരു നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഓരോ ആൾക്കാരും പുറത്തിറങ്ങാൻ വലിയ താമസമൊന്നുമില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് വ്യത്യാസത്തിൽ മാത്രമായിരിക്കും ആ ഒരു നടപടികൾ പുരോഗമിക്കുക. ഇപ്പോൾ കമാൻഡറായിട്ടുള്ള പെഗി വിറ്റ്സൺ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അടുത്ത ആളെയും മെല്ലെ അവർ പുറത്തേക്ക് എത്തിക്കുകയാണ് എന്നുള്ളതാണ്. ആ ഒരു കപ്പലിലാണ്, ഈ ഒരു റിക്കവറി കപ്പലിലാണ് ഈ പേടകത്തെ കൃത്യമായി സ്പീഡ് ടഗ് ബോട്ട് ഉപയോഗിച്ച് പേടകത്തെ തിരിച്ചെത്തിച്ച് അവർ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ തന്നെ ഒന്ന് കേൾക്കാം. ആ ഒരു ദൃശ്യങ്ങളിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള അവരുടെ സംഭാഷണ ശകലങ്ങളടക്കം നമുക്കൊന്ന് കേട്ടുവരാം. If Peggy is any indication, which I think she is for this particular crew, we'll see another big smile coming out of the Dragon spacecraft in a moment. Patiently waiting to see who's up next. Right. If Peggy is any indication, which I think she is for this particular crew, we'll see another big smile. And we've got our pilot, Shubhanshu Shukla, as our second crew member and some big smiles. അതെ, ശുഭാംശു ശുക്ല തന്നെയാണ്. ശുഭാംശു ശുക്ല പുറത്തേക്ക് വന്നിരിക്കുന്നു. പെഗി വിറ്റ്സൺ ആദ്യം ഇറങ്ങിയിരിക്കുന്നു. തൊട്ടു പുറമെ ശുഭാംശു ശുക്ലയും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ശുഭാംശുവിന്റെ മുഖത്തും ആ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ ഒരു വിജയത്തിന്റെ പുഞ്ചിരിയാണ് അതെന്നുള്ളത് നമുക്ക് ഉറപ്പായും പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു സുവർണ നേട്ടം, ഏറെ കാലത്തിന് ശേഷം ഒരു നേട്ടം ഇന്ത്യക്ക് സമ്മാനിച്ച ആ ഒരു വ്യക്തിയുടെ പുഞ്ചിരിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്ത്യയുടെ ശുഭാംശു ശുക്ല ആ ഒരു പേടകത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, അവർക്ക് ആരോഗ്യപരമായി അവർക്ക് നടക്കാനോ ഓടാനോ ഒന്നും വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അത്രത്തോളം ആ ഒരു ഗുരുത്വാകർഷണമില്ലായ്മയിൽ നിന്നും ഗുരുത്വാകർഷണ ബലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ അതിനെ കൃത്യമായ അളവിൽ അവരുടെ ശരീരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുള്ള ഒരു പേടകമാണ് ഈ ഒരു ഡ്രാഗൺ പേടകം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു സ്വാഭാവികമായിട്ടുള്ള ഈ ഒരു ചേഞ്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലൈറ്റിൽ തന്നെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രഷർ വേരിയേഷൻ ഒക്കെ, ഈ ഒരു സമ്മർദ്ദ തോതിന്റെ വ്യത്യാസമൊക്കെ എപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. എന്നാൽ അതൊക്കെ നമുക്ക് താങ്ങാനാവുന്ന തരത്തിലാണ്. അത് താങ്ങാനാവുന്ന തരത്തിലാവുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു സാങ്കേതികതയുടെ വിജയമാണ്. അല്ലെങ്കിൽ ആ ഒരു വിമാനം, അല്ലെങ്കിൽ ആ ഒരു പേടകം എത്രത്തോളം സാങ്കേതികപരമായി വിജയിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അത്തരത്തിലുള്ള ആ ഒരു ശരീരത്തിൽ നമുക്ക് കാര്യമായ ആഘാതങ്ങളൊന്നും ഏൽക്കാത്തത്. അപ്പോൾ ഇവർക്കും അവർ നടന്നു പോയപ്പോൾ തന്നെ കൂടെ പിടിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അവർ പിടിച്ചുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പോവുക. കാരണം എങ്ങനെയാണ് ആ ശരീരത്തെ അത് വലിയ രീതിയിലാണോ ചെറിയ രീതിയിലാണോ എന്നുള്ളതൊന്നും പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു കരുതൽ പുറത്തുള്ള ഈ ഒരു ശാസ്ത്രജ്ഞർക്കും അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തകർക്കും അടക്കം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അവർ സ്വാഭാവികമായി തന്നെ അവർ നടന്നിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളൊന്നും
അങ്ങനെ സാരമായി നേരിടേണ്ടി വരില്ല. പെഗ്ഗി വിൽസണെ സംബന്ധിച്ച് മുൻപ് എത്രയോ തവണ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ വ്യത്യാസങ്ങൾ ശരീരത്തിൽ വരുമെന്നുള്ളത് അവർക്കും കൃത്യമായി അറിയാം. എത്ര ദിവസം ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും, ആ ദിവസങ്ങളൊക്കെ എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളതടക്കം അവർക്ക് കൃത്യമായ ഒരു പദ്ധതി എപ്പോഴും അവർക്കുണ്ടാവും. കാരണം അവർക്ക് ഒന്ന് പോയി വരുന്ന പോലെ, അല്ലെങ്കിൽ ഒന്ന് നമ്മളൊക്കെ പറയുന്ന പോലെ നമ്മളൊന്ന് കടയിൽ പോയി വരുന്ന പോലെ ഒരു ലാഘവത്തോടെയാണ് പെഗ്ഗി വിൽസൺ എപ്പോഴും ബഹിരാകാശ യാത്രയൊക്കെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ പഴയ ബഹിരാകാശ യാത്രകളൊക്കെ എടുത്തു നോക്കിയാൽ അവരുടെ അനുഭവങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അവർ അത്രത്തോളം ലാഘവത്തോടെയാണ് ഓരോരുത്തരായി ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള 2 യാത്രികരെയും കൂടി പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 3ാമത്തെ ബഹിരാകാശ യാത്രികനും ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഹംഗറിയുടെ ടിബോർ കാപ്പുമാണ് ഇറങ്ങിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖം അത്രത്തോളം വ്യക്തമല്ല. ആ ഒരു കയ്യിലെ കൊടിയുടെ നിറം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അനുമാനം നടത്തിയിരിക്കുന്നത്. അനുമാനം എത്രത്തോളം ശരിയായിരിക്കാം എന്നുള്ളത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ അത് ഹംഗറിയുടെ കൊടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ടിബോർ കാപ്പുമാണ്. എന്തായാലും 2 പേരും കൂടിയേ ബാക്കിയുള്ളൂ. അവർ കൃത്യമായി തന്നെ ഓരോരുത്തരായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു ബഹിരാകാശ യാത്രികൻ കൂടിയാണ്. അവരെ കൂടി പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ ഇവരെ കൃത്യമായി ഹൂസ്റ്റണിലേക്ക് എത്തിച്ച് അവരുടെ പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ എന്നുള്ളതാണ് അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ദൗത്യം ആക്സിയം 4 എന്ന് പറയുന്നത് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US-ലെത്തി ഡൊണാൾഡ് ട്രംപുമായിട്ട് നടത്തിയ ജോ ബൈഡനുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. അത്തരത്തിലാണ് ഈ ഒരു ആക്സിയം 4-നെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ, അല്ലെങ്കിൽ ലോകം തന്നെ അറിഞ്ഞത്. അതിലൊരു ഇന്ത്യക്കാരൻ ഉണ്ടാകും എന്നുള്ള തരത്തിലൊരു പ്രഖ്യാപനം അടക്കം പിന്നീടുണ്ടായി. അതിനുശേഷം ISRO അതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കുന്നു. എന്നാൽ അത് എത്രത്തോളം അതിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. എത്രത്തോളം ഇതിന്റെ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം ഇതിന്റെ ഡാറ്റാസ്, ആക്സിയം 4-നെ സംബന്ധിച്ചുള്ള ഡാറ്റാസ്, ISROയുടെ പല ദൗത്യങ്ങളുടെയും ഡാറ്റാസ് ആണ്. കാരണം അത് നമ്മുടെ സ്വന്തം ഏജൻസിയാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റുകളൊക്കെ തന്നെ കാണും. പക്ഷേ ആക്സിയം 4 എന്ന് പറയുന്നത് അതിലേക്ക് ISRO അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദൗത്യം എന്നുള്ള നിലയ്ക്ക് അതിന്റെ കൃത്യമായ വിവരങ്ങൾ കൃത്യം സമയത്ത് എത്രത്തോളം ഇങ്ങോട്ട് എത്തിക്കാൻ ISROയ്ക്ക് സാധിച്ചു എന്നുള്ളതൊക്കെ ഒരു ചോദ്യം അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലുണ്ട് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ. ഇതിനെത്രത്തോളം രാഷ്ട്രീയപരമായുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളൊക്കെ ഒരു ചോദ്യമാണ്. പക്ഷെ ശാസ്ത്രപരമായി, സാങ്കേതികപരമായി ഇത് ബൃഹത്തായൊരു ചുവടുവെപ്പാണ് എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വരും കാലങ്ങളിൽ ISROയുടെ വരും ദൗത്യങ്ങളിൽ, ഗഗൻയാൻ അടക്കമുള്ള ദൗത്യങ്ങളിൽ ഒപ്പം ഈ അന്തരീക്ഷ ബഹിരാകാശ നിലയം, ഇന്ത്യയുടെ സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം ുള്ള ആ ഒരു ദൗത്യമടക്കം അതിനൊക്കെ എത്രത്തോളം സഹായിക്കും ഈ ആക്സിയം 4 ദൗത്യത്തിലെ ഗവേഷണ ഫലങ്ങൾ എന്നുള്ളതൊക്കെയുണ്ട്. ഇപ്പോൾ അവസാനം ഇറങ്ങിയ യാത്രികന് നടക്കാൻ ചെറിയൊരു വിഷമം കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ശരീരങ്ങൾക്കനുസരിച്ചാണ് ആ ഒരു പ്രക്രിയ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 4 ബഹിരാകാശ യാത്രികരും പുറത്തിറങ്ങിയിരിക്കുന്നു. ഈ ഒരു ദൗത്യം പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ കാരണം അവരെ കൃത്യമായി സുരക്ഷിതരായി പുറത്തെത്തിക്കുക എന്നുള്ളിടത്താണ് ഏറ്റവും സുപ്രധാനമായ ആ ഒരു ദൗത്യ പൂർത്തീകരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ശുഭ പര്യവസായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഒരു മറ്റ് പ്രക്രിയകൾ, ഈ ഒരു പേടകം കൃത്യമായി തിരിച്ചെത്തിക്കേണ്ടതുണ്ട്. അതിനെ ഇനിയും റീയൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ, വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പേടകമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള മറ്റ് നടപടികളിലേക്കൊക്കെ ഈ ഒരു കപ്പൽ അധികൃതരും ഈ ഒരു പേടകത്തെ സംബന്ധിച്ചുള്ള അതിന്റെ സാങ്കേതിക വിദഗ്ധരും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷനിലേക്ക് അവരെ മാറ്റുകയാണ്, ഹൂസ്റ്റണിലേക്ക് അവരെ മാറ്റുകയാണ്. ഇതിപ്പോൾ ആ ഒരു ദൃശ്യങ്ങൾ, പഴയ ദൃശ്യങ്ങൾ തന്നെയാണ്. ആ ഒരു ദൃശ്യങ്ങളിലേക്ക് തന്നെ വീണ്ടും ആക്സിയം ഗ്രൂപ്പ് പിന്നെയും ആ ഒരു ദൃശ്യങ്ങൾ നമ്മളെ കാണിക്കുകയാണെന്നുള്ളതാണ്. ആ ഒരു സ്പ്ലാഷ് ഡൗണിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ. എന്തായാലും ദൗത്യം പൂർത്തിയായിരിക്കുന്നു. കാർത്തു 4 പേരും കൃത്യമായി ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. സുരക്ഷിതരായി തന്നെ അവർ ഈ ഒരു പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുന്നു. അതിനുശേഷം കൃത്യമായി പ്രോട്ടോകോൾ പ്രകാരം കപ്പലിലേക്ക് എത്തിച്ച് ആ കപ്പലിൽ നിന്ന് പേടകം തുറന്ന് ആദ്യം പെഗ്ഗി വിൽസൺ വരുന്നു, പിന്നീട് ശുഭാംശു ശുക്ല വരുന്നു. അങ്ങനെ 4 പേരെയും പുറത്തെത്തിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത് പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ ഈ 4 ബഹിരാകാശ യാത്രികരെയും വിധേയരാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആക്സിയം 4 ദൗത്യം
വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യക്കാരനായിട്ടുള്ള ശുഭാംശു ശുക്ല സുവർണ നേട്ടവുമായി തിരിച്ച് ഭൂമിയിൽ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. ഇനിയുള്ള 14 ദിവസങ്ങൾ അവർ വീണ്ടും ഒരു അടച്ചിട്ട മുറിയിലായിരിക്കും, അല്ലെങ്കിൽ പുറം ലോകവുമായി ബന്ധമില്ലാത്ത തരത്തിലായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പരിശോധനകൾക്കൊക്കെ തന്നെ വിധേയരാവേണ്ടി വരും. അതിനുശേഷം ശുഭാംശു ശുക്ല നാട്ടിലേക്ക് തിരിച്ചെത്തും, നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും, പ്രധാനമന്ത്രിയുമായി സംസാരിക്കും. നമ്മളോട് ശുഭാംശുവിന്റെ അനുഭവങ്ങളടക്കം രാജ്യത്തോട് പങ്കുവെക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ട ഏറ്റവും വലിയ സുവർണ നിമിഷം എന്ന് പറയുന്നതാണ്. ശരി കാളിദാസ്, ഇന്ത്യയുടെ തന്നെ അഭിമാന നേട്ടം എന്നുകൂടി നമുക്ക് സൂചിപ്പിക്കേണ്ട ഒരു ദൗത്യം ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ആ 4 പേരും പേടകത്തിൽ നിന്ന് ഇപ്പോൾ ഭൂമിയിലേക്ക് സുരക്ഷിതരായി എത്തിയിരിക്കുകയാണ്. രണ്ടാമതായി എത്തിയ ശുഭാംശു ശുക്ലയുടെ മുഖത്തെ ആ പുഞ്ചിരി തന്നെയായിരുന്നു ഓരോ ഇന്ത്യക്കാരനും അഭിമാന നേട്ടം അല്ലെങ്കിൽ ഒരു അഭിമാന നിമിഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആക്സിയം 4 ദൗത്യം ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് നാസ. ഇന്ത്യയുടെ വ്യോമസേന പൈലറ്റായ ശുഭാംശു ശുക്ല അടക്കമുള്ളവരെയും കൊണ്ട് ആക്സിയം 4 ദൗത്യം വിജയകരമായി ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. 4 പേരും സുരക്ഷിതരായി ഇപ്പോൾ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർ പേടകത്തിന് പുറത്തേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഒരു 14 ദിവസം നീണ്ട ക്വാറന്റൈന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് സംഘം കടക്കുക. കൂടാതെ ശുഭാംശു ശുക്ലയെ കാത്ത ഇന്ത്യയിൽ ഒരു ജനത തന്നെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെയും കുറിച്ചും അതുപോലെ തന്നെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിനായി ഒരു വലിയ നേട്ടത്തിൽ ഇന്ത്യയും കൂടി ഭാഗമായിരിക്കുകയാണ്. ശുഭാംശു ശുക്ല എന്ന ബഹിരാകാശ സഞ്ചാരിയിലൂടെ ഏറ്റവും ചരിത്രകരമായ നേട്ടത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ മാറിയിരിക്കുന്നത്. ഇന്ത്യ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. ശുഭാംശു ശുക്ല എന്ന ബഹിരാകാശ സഞ്ചാരിയിലൂടെ ഇന്ത്യ അത് സാധ്യമാക്കിയിരിക്കുകയാണ്. ഒരു രണ്ടാമത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാമത്തെ